ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് +1 ഫിസിക്സിലെ 4ാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ പ്ലെയിനെ കുറിച്ചാണ്. 3ാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ മനസ്സിലാക്കി. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സലറേഷൻ തുടങ്ങിയ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എല്ലാം തന്നെ നമ്മൾ വിശദമായി മനസ്സിലാക്കി. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ, അതായത് യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ, യൂണിഫോം ആക്സലറേഷൻ, ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് മോഷനുകളെക്കുറിച്ചും ഈ മോഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫുകളെക്കുറിച്ചും, അതായത് പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ്, ഈ ഗ്രാഫുകളെക്കുറിച്ചെല്ലാം തന്നെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ വിശദമായി മോഷൻ ഇൻ എ പ്ലെയിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ള സെക്ഷൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു അപ്ലിക്കേഷനായിട്ടുള്ള പ്രൊജക്റ്റൈൽ മോഷനെ കുറിച്ചും ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗത്ത് യൂണിഫോം സർക്കുലർ മോഷനെ കുറിച്ചും നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കീ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്റ്റർ ആൻഡ് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ്. ഈ 3 പോയിൻറ്റ്സിനെ ബേസ് ചെയ്താണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ ടു ഡിസ്ക്രൈബ് ദി മോഷൻ ഓഫ് എ ബോഡി വി ഡെവലപ്ഡ് ദ കൺസെപ്റ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ എക്സെട്ര. നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ചാപ്റ്ററിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് എയ്തർ ഇറ്റ് വാസ് പോസിറ്റീവ് ഡയറക്ഷൻ ഓർ നെഗറ്റീവ് ഡയറക്ഷൻ. ഇപ്പോൾ വെലോസിറ്റി കാണിച്ചാലും ഡിസ്പ്ലേസ്മെൻറ്റ് കാണിച്ചാലും എയ്തർ ഇറ്റ് വാസ് പോസിറ്റീവ് ഓർ ഇറ്റ് വാസ് കൺസിഡേർഡ് ആസ് എ നെഗറ്റീവ്. അതേപോലെ തന്നെ വെർട്ടിക്കൽ മോഷൻ ആണെങ്കിൽ എയ്തർ അപ്വേർഡ് ഡയറക്ഷൻ ഓർ എ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഇത്രയായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ മോഷൻ്റെ പ്ലെയിനിലേക്ക് വരുമ്പോൾ ഈ 2 തരത്തിലുള്ള ഡയറക്ഷൻ മാത്രം സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് മോഷനെ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്താണ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം. എന്താണ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ? പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോൾ ഒരു XY കോർഡിനേറ്റ്സ് ആണ് ഞാൻ വരച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഈ സ്പേസ് എന്ന് പറയുന്നത് ഒരു പ്ലെയിനാണ്, പ്രതലം എന്നാണ് പ്ലെയിൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമുക്ക് പ്ലെയിനുമായിട്ട് അറിയാവുന്ന ഡേ ടു ഡേ ലൈഫിലുള്ളത് പ്ലെയിൻ ഓഫ് എ ബുക്ക്, നിങ്ങളുടെ നോട്ട് ബുക്കിൻ്റെ ഒരു പ്ലെയിൻ, അതേപോലെ പ്ലെയിൻ ഓഫ് എ ബ്ലാക്ക് ബോർഡ്, അതേപോലെ പ്ലെയിൻ ഓഫ് എ ഗ്രാഫ് പേപ്പർ. ഇതൊക്കെ തന്നെ പ്ലെയിൻ എക്സാമ്പിളുകളാണ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം തന്നെ മോഷൻ ഇൻ എ പ്ലെയിനെ കുറിച്ചാണ്. വെൻ എ ബോഡി or when an object moves in a plane, the body is said to be in motion in a plane. അത്തരത്തിലുള്ള ഒബ്ജക്റ്റിനെയാണ് നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ടു ഡിസ്ക്രൈബ് ദി മോഷൻ ഓഫ് എ ബോഡി ഇൻ 2 dimension ആൻഡ് ഇൻ 3 dimension വി നീഡ് ദി ഹെൽപ്പ് ഓഫ് വെക്റ്റേഴ്സ്. അതായത് 2 dimensionൽ അല്ലെങ്കിൽ 3 dimensionൽ, ഈ 2 dimensionലും ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി യൂസ് വെക്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ എന്താണ് വെക്റ്റേഴ്സ് എന്ന് മനസ്സിലാക്കണം. വെക്റ്റേഴ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ വെക്റ്റേഴ്സ് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ദ ലാംഗ്വേജ് ഓഫ് വെക്റ്റേഴ്സ് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കണം. ആദ്യമായിട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് 2 തരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സ്കേലാർ ക്വാണ്ടിറ്റീസും ഒന്ന് വെക്റ്റർ ക്വാണ്ടിറ്റീസും. സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ദോസ് ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, അതായത് അതിൻ്റെ വാല്യൂ. ഫോർ എക്സാമ്പിൾ, മാസ് ഓഫ് ഷുഗർ ഈസ് 2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ആ 2 കിലോഗ്രാം എന്നുള്ള ആ കൺസെപ്റ്റ് കിട്ടുന്നതോടെ കൂടെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വെയിറ്റ് എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മാസ് എത്രയാണ് നമുക്ക് കൃത്യമായിട്ട് ഐഡിയ കിട്ടും. അതേപോലെ ടൈം ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ട് 2 സെക്കൻഡ് എത്രയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറയുമ്പോൾ തന്നെ അതിൻ്റെ യഥാർത്ഥ ചിത്രം, അതിൻ്റെ യഥാർത്ഥ കൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നു. അതേസമയം നമ്മളിപ്പോൾ ഫോഴ്സ് 5 ന്യൂട്ടൺ ഈസ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ ആവണമെങ്കിൽ ആ 5 ന്യൂട്ടൺ ഏത് ഡയറക്ഷനാണ് ആക്ട് ചെയ്യണമെന്നുള്ളത് കൂടി സ്പെസിഫൈ ചെയ്ത് പറയണം. അതുപോലെ മൊമെൻറ്റം പോലുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ തന്നെ ഡയറക്ഷൻ കൂടി സ്പെസിഫൈ ചെയ്യേണ്ട ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അതായത് ദ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആർ നോൺ ആസ് സ്കേലാർ ക്വാണ്ടിറ്റീസ്. നിങ്ങൾ ഈ വർഷം, അതായത് ഫസ്റ്റ് ഇയറിൽ ഒട്ടനവധി സ്കേലാർ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ടൈം, മാസ്, ഓളിയൊക്കെ നിങ്ങൾ അറിയാവുന്ന ക്വാണ്ടിറ്റിയാണ്. ഡെൻസിറ്റി, ഡിസ്റ്റൻസ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ്. സ്പീഡ്, എനർജി, വർക്ക്, പവർ, ഇതൊക്കെ തന്നെ 1ാം വർഷം പഠിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. അടുത്ത വർഷം നിങ്ങൾ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് ചാർജ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ തുടങ്ങിയ സ്കേലാർ ക്വാണ്ടിറ്റീസും പരിചയപ്പെടും. അപ്പോൾ എല്ലാതരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഒന്നുകിൽ സ്കേലാർ ആയിരിക്കും അല്ലെങ്കിൽ വെക്റ്റേഴ്സ് ആയിരിക്കും. വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ദോസ് ക്വാണ്ടിറ്റീസ്
വിച്ച് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതായത് ഡയറക്ഷൻ കൂടി സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴാണ് അതിൻ്റെ ആ ക്വാണ്ടിറ്റിയെ കുറിച്ചുള്ള ഫുൾ കോൺസെപ്റ്റ് കിട്ടുകയുള്ളൂ. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മനസ്സിലാക്കിയ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്ത് പറയണം. അതേപോലെ തന്നെ വെലോസിറ്റി, ആക്സലറേഷൻ. ഇനി പഠിക്കാൻ പോകുന്ന മൊമെന്റം പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. അതേപോലെ ഫോഴ്സ്, മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ഇമ്പൾസ്, ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ അനദർ ക്വാണ്ടിറ്റി. അതൊക്കെ നമ്മൾ വരുന്ന ചാപ്റ്റേഴ്സ് മനസ്സിലാക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയർ മനസ്സിലാക്കേണ്ട ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഏതർ ഇറ്റ് വിൽ ബി എ സ്കേലാർ ക്വാണ്ടിറ്റി ഓർ ഇറ്റ് വിൽ ബി എ വെക്ടർ ക്വാണ്ടിറ്റി. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഹൗ ടു റെപ്രസെൻറ്റ് എ വെക്ടർ. നോക്കാം, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോൾ ഈസ് 2 മീറ്റർ ഇൻ പോസിറ്റീവ് എക്സ് ആക്സിസ്. ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിനെ വെക്ടർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. നോക്കൂ, ദിസ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ ലൈക്ക് ദിസ് ആൻഡ് ആൻ ആരോ. ഈ സ്ട്രൈറ്റ് ലൈൻ കാണിക്കുന്നത് 2 മീറ്റർ എന്നുള്ള അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയും ഈ ആരോ ഹെഡ് കാണിക്കുന്നത് അതിൻ്റെ ഡയറക്ഷനെയുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് 2 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു വെക്ടറിനെയും റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ്. ഈ ആരോ ഹെഡ് കാണിക്കുന്നത് അതിൻ്റെ ഡയറക്ഷനാണ്. ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലാണ് എന്നുള്ള കാണിക്കുന്നതാണ് ആരോ ഹെഡ്. അപ്പോൾ നമ്മളിവിടെ ഡിസ്പ്ലേസ്മെന്റ് എലോങ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ തരത്തിലാണ്. ഡിസ്പ്ലേസ്മെന്റ് ലെറ്റർ എസ് ആണെങ്കിൽ ഐ എം പുട്ടിങ് ആരോ ഹിയർ. ഇത് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ആരോ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ ആണ് എലോങ് എക്സ് ആക്സിസ്. ദാറ്റ് ഈസ് 2i cap മീറ്റർ. സോ ദാറ്റ് ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് 2 മീറ്റർ എലോങ് പോസിറ്റീവ് എക്സ് ആക്സിസ്. ഇതേപോലെ ഞാൻ വേറൊരു ക്വാണ്ടിറ്റി ചെയ്താണ്. ദാറ്റ് ഈസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 3i cap പ്ലസ് 2j cap പ്ലസ് 5k cap ന്യൂട്ടൺ. അതായത് ഇവിടെ 3 ആക്സിസിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇൻ എക്സ് ആക്സിസ് 3 ന്യൂട്ടൺ ഫോഴ്സ് ഈസ് ആക്ടിങ്. ഇൻ വൈ ആക്സിസ് 2 Newton force is acting, and in Z axis 5 Newton force is acting, and these forces are acting simultaneously. ഒരേ സമയത്താണ് ഈ 3 ഫോഴ്സും ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ 3-dimensional ഫോഴ്സ്. 3-dimensional ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് 3-dimensional ഫോഴ്സ്. വേറൊരു ക്വാണ്ടിറ്റി നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് 3i cap മൈനസ് 2k cap ഇൻറ്റു മീറ്റർ ആണെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് എക്സ് ആക്സിസിൽ 3 മീറ്റർ ആണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ നെഗറ്റീവ് സെഡ് ആക്സിസിൽ, അതായത് മൈനസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്, നെഗറ്റീവ് സെഡ് ആക്സിസിൽ 2 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഇങ്ങനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിനെ വെക്ടർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സെഡ് ആക്സിസിലൊക്കെ യൂണിറ്റ് വെക്ടേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും വെക്ടർ ഫോമിൽ, വെക്ടർ ക്വാണ്ടിറ്റീസ് ആയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനൊക്കെ തന്നെ നമുക്ക് ഈ തരത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് നോക്കാം. ആദ്യത്തെ ഈക്വൽ വെക്ടേഴ്സ്. ഈക്വൽ വെക്ടേഴ്സ് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. 2 വെക്ടേഴ്സ് ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദേ ആർ ആക്ടിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഇൻ സെയിം ഡയറക്ഷൻ. ഈ കാണിച്ചിരിക്കുന്ന 2 വെക്ടേഴ്സ് ഈക്വൽ വെക്ടേഴ്സ് ആണ്. എ എന്നുള്ള വെക്ടറും ബി എന്നുള്ള വെക്ടറും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, രണ്ടിൻ്റെ ലെങ്ത് സെയിം ആണ്, പക്ഷേ ഡയറക്ഷനും ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് പറയും? ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയും. രണ്ടാമത്തെ വെക്ടേഴ്സ് ആണ് നെഗറ്റീവ് വെക്ടേഴ്സ്. നെഗറ്റീവ് വെക്ടേഴ്സ് ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് 2 വെക്ടേഴ്സ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവിടെ നോക്കൂ, പി എന്നുള്ള വെക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ക്യൂ എന്നുള്ള വെക്ടറിന്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്, പക്ഷെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഇത്തരം വെക്ടേഴ്സിനെ നമ്മൾ നെഗറ്റീവ് വെക്ടർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പ് വെക്ടറാണ് സീറോ വെക്ടർ ഓർ നൾ വെക്ടർ. അതായത് എ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് 0 ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഡയറക്ഷനെ കുറിച്ച് ഒന്നും ഡെഫിനേഷനൊന്നും ഇല്ല, അതേസമയം മാഗ്നിറ്റ്യൂഡ് 0 ആണ്. ഇത്തരത്തിലുള്ള വെക്ടേഴ്സിനെ നമ്മൾ നൾ വെക്ടേഴ്സ് ഓർ സീറോ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി അത്തരത്തിലുള്ള ഒരു വെക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഓൺലി എ കൺസെപ്റ്റ് ടു ഡു പ്രോബ്ലംസ്. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് പറയാം. വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്ട്. നമുക്കറിയാവുന്ന സ്റ്റേഷനറി ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് വെലോസിറ്റി 0 അത്തരം വെക്ടേഴ്സാണ് നൾ വെക്ടേഴ്സ്. യൂണിറ്റ് വെക്ടേഴ്സ്, ദ വെക്ടർ ഹാവിങ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. ഏതൊരു വെക്ടറിനെയും നമുക്ക് ഈ തരത്തിൽ എഴുതാം. എ വെക്ടർ എ ഇസ് ഈക്വൽ ടു ദ മോഡുലസ് ഓഫ് ദ വെക്ടർ എ ഇൻറ്റു എ ക്യാപ്. അപ്പോൾ യൂണിറ്റ് വെക്ടർ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മുകളിൽ ഒരു ക്യാപ് സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട്. സാധാരണ വെക്ടേഴ്സ് ആണെങ്കിൽ നമ്മളൊരു ആരോ ഇടും, യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ വി ആർ പുട്ടിങ് എ ക്യാപ്. അപ്പോൾ എ ക്യാപ് ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. അതായത് ഏത് യൂണിറ്റ് വെക്ടറിനെയും, ഏത് വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ പറയണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ വെക്ടറിനെ അതിൻ്റെ മോഡുലസ് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് എ ക്യാപ് ഈസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ.
അടുത്ത ടൈപ്പ് വെക്ടേഴ്സ് ആണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ് the unit vectors along x, y and z axis are called orthogonal unit vectors. x, y, z axis ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എക്സും വൈയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്, വൈയും സെറ്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി, അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തമ്മിലുള്ള ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്സിസിലുള്ള വെക്ടേഴ്സിനാണ് നമ്മളെന്ന് പറയുന്നത് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. സിൻസ് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ, അതായത് എക്സും വൈയും സെറ്റും എക്സും തമ്മിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്, പരസ്പരം പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അതിലൂടെ ആക്ട് ചെയ്യുന്ന യൂണിറ്റ് വെക്ടേഴ്സ് നമ്മൾ എന്ത് പറയും? ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. അടുത്തൊരു ടൈപ്പ് വെക്ടേഴ്സ് ആണ് കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. ആ വേർഡ് തന്നെ മനസ്സിലാവും. ദ വെക്ടേഴ്സ് ഹാവിങ് കോമൺ ഇനീഷ്യൽ പോയിന്റ്, അതായത് ഇനീഷ്യൽ പോയിന്റ് ആ രണ്ട് വെക്ടേഴ്സിന് സെയിം ആണ്. ഇവിടെ നോക്കൂ, എ എന്നുള്ള വെക്ടർ ബി എന്നുള്ള വേറൊരു വെക്ടർ, രണ്ടിൻ്റെയും ഇനീഷ്യൽ പോയിന്റ് സെയിം ആണ്. ഇത്തരം വെക്ടേഴ്സിന് നമ്മൾ എന്ത് പറയും? കോ ഇനീഷ്യൽ വെക്ടേഴ്സ്. അടുത്തൊരു ടൈപ്പ് വെക്ടർ ആണ് കൊലീനിയർ വെക്ടേഴ്സ്. ദാറ്റ് ഈസ് വെക്ടേഴ്സ് ഹാവിങ് ഈക്വൽ ഓർ അൺഈക്വൽ മാഗ്നിറ്റ്യൂഡ് ബട്ട് ദേ ആർ പാരൽ. അത്തരം വെക്ടേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് കൊലീനിയർ വെക്ടേഴ്സ്. ഇവിടെ നോക്കൂ, എ എന്നുള്ള വെക്ടർ ബി എന്നുള്ള വെക്ടർ സി എന്നുള്ള വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഒക്കെ തന്നെ ഡിഫറൻ്റ് ആണ്, ബട്ട് ദേ ആർ പാരലൽ ടു ഈച്ച് അതർ. അത്തരം വെക്ടേഴ്സ് ആണ് കൊലീനിയർ വെക്ടേഴ്സ്. നെക്സ്റ്റ് കോപ്ലാനാർ വെക്ടേഴ്സ്. പേരിൽ തന്നെ ക്ലിയർ ആണ്, അതായത് ദ വെക്ടേഴ്സ് ലൈങ് ഇൻ ദ സെയിം പ്ലെയിൻ, ഒരേ പ്ലെയിനിൽ കിടക്കുന്ന വെക്ടേഴ്സ് ആണ് കോപ്ലാനേറ്റ് വെക്ടേഴ്സ്. നമ്മൾ ഇതുവരെ വരച്ച വെക്ടേഴ്സ് ഒക്കെ തന്നെ കോപ്ലാനേഴ്സ് വെക്ടേഴ്സ് ആണ്. നമ്മൾ എന്താ വെച്ചാൽ ഈ പ്ലെയിൻ ഓഫ് ബ്ലാക്ക് ബോർഡിലാണ് ഇതൊക്കെ വരച്ചത്, അതുകൊണ്ടൊക്കെ തന്നെ കോപ്ലാനർ വെക്ടേഴ്സ്. അവിടെ എ എന്നുള്ള വെക്ടർ ബി എന്നുള്ള വെക്ടർ സി എന്നുള്ള വെക്ടർ, ഡയറക്ഷൻ എങ്ങോട്ട് വേണമെങ്കിൽ ആവാം, മാഗ്നിറ്റ്യൂഡ് എങ്ങനെ വേണമെങ്കിൽ ആവാം, പക്ഷെ അതൊക്കെ വരച്ചിരിക്കുന്നത് പ്ലെയിൻ ഓഫ് ബ്ലാക്ക് ബോർഡിലാണ്. അത് പക്ഷേ നമ്മൾ വരച്ച ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്നുള്ളത് കോപ്ലാനർ വെക്ടേഴ്സ് അല്ല. എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സ് ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നത്, ഒന്ന് വൈ ഡയറക്ഷനാണ്, ഒന്ന് സെഡ് ഡയറക്ഷനാണ്. അത് ആക്ച്വലി 3 ഡയമെൻഷണൽ വെക്ടേഴ്സ് ആണ്. ബാക്കി വരച്ച വെക്ടേഴ്സ് ഒക്കെ തന്നെ കോപ്ലാനർ വെക്ടേഴ്സ് ആണ്. അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ ആണ് പൊസിഷൻ വെക്ടേഴ്സ്. ഇപ്പോൾ നമുക്ക് ഒറിജിനിൽ നിന്ന് എ എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരം റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടറാണ് ഒ എ. അതുപോലെ ബി എന്നുള്ള പോയിന്റിലേക്ക് ഒറിജിനിൽ നിന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ദൂരമാണ് ഒ ബി. അപ്പോൾ ഹിയർ ഒ എ ആൻഡ് ഒ ബി ആർ കോൾഡ് ദി പൊസിഷൻ വെക്ടേഴ്സ്. അതായത് ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്ക് കൺസിഡർ ചെയ്യുന്ന ആ വെക്ടറിനെ നമ്മൾ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. വെക്ടേഴ്സിനെ കുറിച്ച് കൂടുതൽ ക്ലാസിഫിക്കേഷൻ ഇനിയും പറയാനുണ്ട്. അത് നിങ്ങൾ ഇനി മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും. എന്തായാലും നമുക്ക് ചാപ്റ്റേഴ്സ് തുടർന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇത്തരം ക്ലാസിഫിക്കേഷനെ കുറിച്ച് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്ക് എങ്ങനെ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ നോക്കാം. ഹൗ ടു ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ. 1-2 എക്സാമ്പിൾസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ 3i പ്ലസ് 4j പ്ലസ് 2k. ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കണ്ടെത്തുന്നത്. നമുക്ക് ഈ വെക്ടറിനെ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് വെക്ടർ എ ഈസ് ഈക്വൽ ടു 3i പ്ലസ് 4j പ്ലസ് 2k. നമുക്കിതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കണ്ടെത്തേണ്ടത്. ദാറ്റ് ഈസ് മോഡുലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഓരോ i j k ഇതിന് ഓരോന്നിൻ്റെയും കോഎഫിഷ്യൻ്റ് സ്ക്വയർ ചെയ്യുക. ദാറ്റ് ഈസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. യു വിൽ ഗെറ്റ് ആസ് 9 പ്ലസ് 16 പ്ലസ് 4 ദാറ്റ് ഈസ് √29. ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വെക്ടർ. അതേപോലെ വേറെ എക്സാമ്പിൾ നോക്കാം. i മൈനസ് 2j പ്ലസ് 2k. ഈ വെക്ടറിനെ നമുക്ക് പി എന്ന് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് വെക്ടർ പി ഈസ് ഈക്വൽ ടു i മൈനസ് 2j പ്ലസ് 2k. ദെൻ അതിൻ്റെ മോഡുലസ് കാണുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐയുടെ കോഎഫിഷ്യൻ്റ് 1 ആണ്, 1 സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യൻ്റ് -2 ആണ്, സോ -2 സ്ക്വയർ പ്ലസ് ദെൻ കെയുടെ കോഎഫിഷ്യൻ്റ് 2 ആണ്, ദാറ്റ് ഈസ് 2 സ്ക്വയർ. You will get as 1 plus 4 plus 4 that is root of 9 that is 3. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തുന്നത്. അടുത്തത് നമുക്ക് എങ്ങനെ ഒരു യൂണിറ്റ് വെക്ടർ കണ്ടെത്താൻ നോക്കാം. ഹൗ ടു ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ. എ എന്നുള്ള വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ എങ്ങനെയാണ് കണ്ടെത്താൻ നോക്കാം. ദ വെക്ടർ എ ഇസ് ഗിവൺ ആസ് 3i പ്ലസ് 4j പ്ലസ് 7k. നമുക്കറിയാം യൂണിറ്റ് വെക്ടർ a is equal to the vector a divided by the modulus of vector a. ഓക്കെ, നമുക്ക് ആദ്യം മോഡുലസ് ഓഫ് വെക്ടർ എ കാണണം. ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 9 പ്ലസ് 16 പ്ലസ് 49 55 65 ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 74 എന്ന് കിട്ടും. നമുക്കവിടെ കൊടുത്തു കഴിഞ്ഞാൽ എ വെക്ടർ എന്നുള്ളത് 3i പ്ലസ് 4j പ്ലസ് 7k
ഡിവൈഡഡ് ബൈ √74. ഇതായിരിക്കും കിട്ടുന്ന ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, വെക്ടേഴ്സ് ആൻഡ് സ്കെയിലേഴ്സ്. അതായത് മോഷനെ പ്ലെയിൻ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് വെക്ടേഴ്സിൻ്റെ ആവശ്യകതയുണ്ട്. അതേപോലെ ഹൗ ടു റെപ്രസെൻറ്റ് എ വെക്ടർ ക്വാണ്ടിറ്റി, അതായത് വി ആർ ഡ്രോയിങ് ആൻ ലൈൻ ആൻഡ് വിത്ത് ആൻ ആരോ, ദാറ്റ് ആരോ represents the direction and the line, that is the length of the line represent the magnitude. അതുകൂടാതെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് വെക്ടേഴ്സിനെ ആഡ് ചെയ്യുക, എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കും. അതായത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ഡിസ്കസ് ചെയ്യും. ഇതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്